മിസ്റ്റർ അമിത്. വെൽക്കം. എന്താണ് വിശേഷങ്ങൾ? മിസ്റ്റർ വിനോസ് കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയില്ലേ? അതാണ്. വെൽക്കം പറയൂ, വെൽക്കം പറയൂ. വരുന്നതൊക്കെ കൊള്ളാം. എന്താണ് പണ്ടോട്ട് അങ്ങനെ ഒരു സംഭവം? ക്രിസ്മസ് പണ്ടോട്ടുള്ളതാണ്. അല്ല, ഈ ഡെക്കറേഷൻ പരിപാടി. CMOS, India's leading corporate gifting company. മിസ്റ്റർ അമിത്. മിസ്റ്റർ അമിത് ലോങ് ടൈം അല്ലേ? അപ്പൊ ഈ മൈക്ക് അങ്ങ് സുഖമായിട്ട് അങ്ങ് വെച്ചോളൂ. എന്റെ പൊന്നു മച്ചാ, ക്രിസ്മസിന് അല്ലെങ്കിൽ കുറച്ച് ഗിഫ്റ്റുകൾ അങ്ങ് തരാൻ എനിക്ക് തോന്നി എന്തോ ഒരു പണിയായിട്ട് നമ്മുടെ ഇത് ഇന്ത്യയിൽ ഒരു വണ്ടിയല്ലേ ഉള്ളൂ? അത് ഇന്ത്യയിൽ ഒരു വണ്ടിയുള്ളൂ അല്ലേ? അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞത് കറക്റ്റാ. പിന്നെ മറ്റേത് 105 സീരീസ്, അതും കുറവ് വണ്ടികളെ ഇന്ത്യയിൽ, അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയത് ആണ്. അടിപൊളി. ഓഫ് റോഡ്സ് അല്ലെങ്കിൽ 4 വീല് അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ പറയുമ്പോൾ ഞാൻ ആദ്യം മൈൻഡിൽ ഓർക്കുന്ന ഒരു ഒറ്റ പേരാണ് അമിത് ചക്കാലക്കൽ. അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പുതിയ വണ്ടികളൊക്കെ എടുക്കാനായിട്ട് കോടികൾ വേണം. അതെ. ഇത് 10-20 വർഷമൊക്കെ കഴിഞ്ഞ വണ്ടികളാകുമ്പോഴേക്കും നിസ്സാര പൈസ മതി. ഒരു 15-20 അത്ര പോലും വേണ്ട. പക്ഷെ ജാടക്ക് ജാടയുണ്ട്. നമ്മുടെ ഇപ്പൊ കയ്യിലുള്ള അവസ്ഥക്ക് അനുസരിച്ചിട്ട് ഇതൊക്കെ പറ്റുള്ളൂ. അതെ. ഇവിടെ വലിയൊരാളുടെ ഇൻഷുറൻസ്, വലിയൊരു വണ്ടി എടുക്കുന്ന ഒരാളുടെ ഇൻഷുറൻസോ റോഡ് ടാക്സോ അടക്കുന്ന പൈസ മതി ഇതിന്. അതെ. അതാവുമ്പോ കാണുമ്പോ വലിപ്പമൊക്കെ ഉണ്ട്, എന്നാൽ നമ്മളുടെ പോക്കറ്റിൽ ഇതൊക്കെ പറ്റുന്നുള്ളെങ്കിലും പറയുമ്പോ വിന്റേജ് കളക്ഷൻ. അടിപൊളി. അപ്പൊ നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ്. താങ്ക് യു സോ മച്ച്. അപ്പം ഇത് ഞങ്ങൾ തരുന്നത് CMOS ആണ് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. താങ്ക് യു സിമോസ്. സിമോസിനെ പറ്റി പറയുമ്പോൾ അവര് ഒരു ഗിഫ്റ്റ് പ്രൊവൈഡേഴ്സ് ആണ്. കോർപ്പറേറ്റ് ഗിഫ്റ്റ് പ്രൊവൈഡേഴ്സും. കോർപ്പറേറ്റ് മാത്രമല്ല, ഏത് രീതിയിലുള്ള ഗിഫ്റ്റ് മാർക്ക് വേണം സമീപിക്കാം. എനിക്ക് തോന്നുന്നു ഒരു 10 രൂപ മുതൽ 1 ലാഖോ അതിന് മുകളിൽ 10 ലാഖോ വരെയുള്ള 1 ലാഖോ വരെയുള്ള ഗിഫ്റ്റുകൾ ഇവർക്ക് ഏത് ടൈമിലും അവൈലബിൾ ആണ്. ഗിഫ്റ്റ് ദേ പ്രൊവൈഡ് ആൻഡ് ദേ ഡെലിവർ. അതെ. ഇപ്പൊ ഒരു കോർപ്പറേറ്റ് പരിപാടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 500 ഗിഫ്റ്റ് വേണം. ഇവരെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കേട്ടോ. വെരി ഗുഡ്. സോ നമ്മളുടെ കൊച്ചിൻ തന്നെ ബേസ് ചെയ്തിട്ടുള്ള കമ്പനി. അതെ. സിൻസ് 1992. യെസ്. പിന്നെ ക്വാളിറ്റി, ടൈംലി ഡെലിവറി, ഇതെല്ലാം 100 മുകളിൽ ബ്രാൻഡ് വരച്ച് അവർക്ക് ടൈപ്പ് പോകും. ആണല്ലേ? അപ്പോൾ നമുക്ക് തുറന്നു നോക്കിയാലോ? യെസ്. ഇതിൽ ഏതൊക്കെയാണ് എനിക്ക് അടിച്ചോണ്ട് പോകാൻ പറ്റുന്നത്? പിന്നല്ല, എന്തായാലും മോന് കളിക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. രക്ഷപ്പെട്ടു. അത് ഉറപ്പായിട്ടും ഉണ്ട്. ഓക്കെ. കേക്ക്. താങ്ക് യു സോ മച്ച്. യെസ്. ഡെലീഷ്യസ് കേക്ക് ആണ്. ക്രിസ്മസ് പപ്പ ഉണ്ട്. ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ അവൻ ഓടും, ചാടും, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. തുറന്നു നോക്കി കുഴപ്പമില്ല. ബാറ്ററി സെപ്പറേറ്റ് അതിനകത്തുണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ CMOSന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. നൈസ്. താങ്ക് യു മാൻ. ജക്കുദേക്ക സാന്റാക്ലോസ്. ഇതേ സാന്റാക്ലോസ്. ഓടുന്ന സാന്റാക്ലോസ് കണ്ടോ? മൈ ഗോഡ്. ജക്കുവിന് സ്പെഷ്യൽ ആയിട്ട് ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രൈ ഫ്രൂട്ട്സ്. ഒരു ഷേക്കാൻ്റെ വരൂ. ഒന്ന് ഇങ്ങോട്ട് വരും. ഇവിടോ ലാൻഡ് ക്രൂസർ കാണിച്ചു കൊടുത്ത ചേട്ടന്. അതെ. ഇതുണ്ട്. പിന്നെ ഒരു ഓർഗനൈസർ ആണല്ലേ? യെസ്. പിന്നെ ഒരു ഇതുണ്ട്, ഒരു ഹാങ് ചെയ്യുന്ന ഒരു സാധനം. അത് വെച്ചെന്ന് തോന്നുന്നില്ല. ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ബാറ്ററി വരെ ഉണ്ട് കളിക്കാനുള്ള. അത് ഇത്രയും നോർമലി ഈ ഗിഫ്റ്റ് കൊടുക്കുമ്പോ എല്ലാ ആൾക്കാരും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ടോയ്സ് വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ബാറ്ററീസ് ചിലപ്പോൾ ഉണ്ടാവില്ല. അവരത് പിന്നെ അത് വാങ്ങാൻ വേണ്ടി നമ്മൾ ഓടണം. അതെ, അതൊരു വലിയ ടാസ്ക്. കാര്യം അവന് ഇപ്പൊ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പറയും ഓണാക്ക് എന്ന് പറയും. ഇത് ഓണാക്കാനായിട്ട് നമ്മൾ പിന്നെ ഇത് വാങ്ങാൻ വേറെ ഓടണം. അതും ഒക്കെ അല്ലേ. ഇനി ഒരു വൈൻ്റെ കുറവേ ഉള്ളൂ അല്ലേ? അതെ. വൈൻ ഇപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ ഇടി കിട്ടുന്നുണ്ട് അല്ലേ? അത് നമ്മുടെ ബിവറേജ് ഏറ്റെടുത്തേക്കാണല്ലോ. അതെരിപ്പുണ്ടോ? ഇല്ല. ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഒരു ഇരട്ടി മധുരം എന്ന് പറയാം. പുതിയൊരു മെമ്പറും കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഗംഭീരമായിട്ട് ആഘോഷിക്കാനുള്ള പരിപാടിയാണോ? നമ്മൾ എല്ലാ വർഷവും എന്താ പറയാ, ഇപ്പൊ ക്രിസ്മസ് എന്ന് പറയുമ്പോൾ എനിക്ക് പൊതുവെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ നിന്നില്ല. എല്ലാവർക്കും ഇപ്പോൾ പൊതുവെ ശ്രദ്ധിച്ചു, നമ്മുടെ എറണാകുളത്ത് തന്നെ ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോഴും ലൈറ്റപ്പ് ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും ഇപ്പോൾ ഓരോരുത്തരുടെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ് കാണുമ്പോൾ വേൾഡ് വൈഡ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ ഒരു അറിഞ്ഞോ അറിയാതെ എല്ലാവരുടെയും ഒരു സെലിബ്രേഷൻ, ബ്യൂട്ടിഫുൾ മന്തും ഒരു കളർഫുൾ മന്തും ഹാപ്പിനെസ് എല്ലാവരുടെയും. കറക്റ്റ്. എല്ലാവരുടെയും ഒരു സെലിബ്രേഷൻ മന്താണ്. അപ്പൊ ഇതിപ്പോ ഒന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചാൽ പോലും നമ്മൾ സെലിബ്രേറ്റഡ് ആവും. അതെ. കാര്യം ഒരു വണ്ടി എടുത്ത് ചുമ്മാ റോട്ടിൽ കൂടി ഇറങ്ങുമ്പോൾ തന്നെ എല്ലായിടത്തും ലൈറ്റപ്പ് ചെയ്തേക്കുന്നവർ മനസ്സിനൊരു സന്തോഷം.
പിന്നെ ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം കഴിഞ്ഞു, അടുത്ത വർഷം തുടങ്ങാൻ പോകുന്നു എന്നുള്ളതും കൂടി ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ്. ജനുവരി 1 നമ്മളെ ഓർമ്മ വരത്തുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ റെസൊല്യൂഷൻസ് എടുക്കുന്ന സമയമാണ് ജനുവരി 1. അതെ, ഈ റെസൊല്യൂഷൻസ് നമ്മൾ എല്ലാ വർഷവും എടുക്കും, അത് എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് കണ്ടറിയാം. അപ്പൊ എന്തായാലും ഈ ക്രിസ്മസ് അടിച്ചു പൊളിക്കുക. ഓൾ ദി ബെസ്റ്റ് ടു യു മാൻ. ഹാപ്പി മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ് ടീം. Merry Christmas, cameraman. Ginger Media ഒരു ക്രിസ്മസ് വിഷ് കൂടെ കൊടുത്തു. So Ginger Media wish you all a very very happy New Year and a Merry Christmas. Yes. അപ്പോൾ വന്നതിലും താങ്ക്സ്, എന്താ പറയാ, so happy കേട്ടോ ഈ പ്രസന്റ് തന്നതിന്. Thank you so much. And for the company CMOS. അതെ, thank you so much. Yes. Mr. Winners. Yes. കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയില്ലേ? അതാണ് ബ്ലോക്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. സാധാരണ അങ്ങനെയാണ്. ഇന്നിപ്പോ രാത്രിയാണ് അല്ലേ? ഇവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. എന്നിട്ട് നമ്മള് കോട്ടയത്തായിരുന്നു വന്നേ. അപ്പൊ ഹാപ്പി ക്രിസ്മസ്. എന്താണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസ് സ്പെഷ്യൽ പരിപാടികൾ? ക്രിസ്മസ് സ്പെഷ്യൽ എന്താണ്, അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇവിടെയുണ്ട്. പിന്നെ നമ്മളുടെ അസോസിയേഷൻ അമ്മയുടെ ഷോ ഒരു ഫാമിലി കുടുംബ സംഗമം January 4 വരുന്നുണ്ട്. അപ്പൊ അതിന്റെ വർക്കുകൾ ഭയങ്കര, കാരണം അത് നമ്മളൊരു വലിയ കോർഡിനേഷൻ ആണല്ലോ. ഫാമിലി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഫാമിലിയെ ഉൾക്കൊണ്ടിച്ച് നമ്മൾ ഒരു ഫാമിലി മീറ്റ് കുറെ വർഷങ്ങളായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു എല്ലാ കമ്മിറ്റികളിലും. അപ്പൊ ഇത് നമ്മൾ നടത്തണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ അപ്പൊ എന്തായാലും നമ്മള് ക്രിസ്മസിന് നമ്മൾ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് CMOS ആണ്. CMOS എന്ന് പറഞ്ഞ ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റ് പ്രൊവൈഡർ എന്ന് വേണമെങ്കിൽ പറയാം. ഇവർക്ക് ഇഷ്ടംപോലെ ഗിഫ്റ്റുകൾ, 100-ലേറെ ബ്രാൻഡുകളുമായിട്ട് ഇവർക്ക് അസോസിയേഷൻ ടൈപ്പ് ഉണ്ട്. എപ്പോൾ ഗിഫ്റ്റ് ഇപ്പൊ അമ്മയുടെ കാര്യം പറയുവാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരുപാട് ഗിഫ്റ്റുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി ₹1 മുതൽ ₹1,00,000 വരെ ആണെങ്കിൽ പോലും ക്വിക്കാണ് ഡെലിവറി. അപ്പൊ ഇത് സിമോസിനെ ആൻഡ് ഇത് മാത്രമല്ല, ഇത് ഇപ്പൊ തുറന്നു നോക്കുക, അതാണ് അടുത്ത ചടങ്ങ്. എന്തൊക്കെയുണ്ടോ നോക്കാലോ. നമ്മുടെ മറ്റേ എന്താ പറയാ, ബാക്ക് ആൻഡ് പോലെ എന്തായാലും പറയുന്നത് അൺബോക്സിംഗ്. ഇതെന്താ? ഇത് അത് തുറന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ, ഇതിനകത്ത് എന്തെങ്കിലും ഇടാം, പിൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോയിൻസോ സംഭവം അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം കാൻഡിൽസ് ഇവിടെ കണ്ടാലും അറിയാം, ഫുൾ ബുദ്ധനും കാൻഡിൽസും. യെസ്, ഇത് എൻ്റെ ഇതിങ്ങനെ ഹാങ് ചെയ്തിടാം, മനസ്സിലായി, ബെൽറ്റിലോ ഒന്ന്. പിന്നെ ഇത് യു വിൽ ലവ് ഇറ്റ് ഫോർ ഷുവർ. കാരണം ഫ്രണ്ടിലോ എവിടെയെങ്കിലും ഇത് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതിട്ട് കഴിഞ്ഞാൽ മണി വേണമെങ്കിൽ നമുക്ക് ഹാങ് ചെയ്യുന്ന ഓപ്ഷൻ ചെയ്യാം. ഇവിടെ നിന്ന് ഇങ്ങനെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം താഴെ എപ്പോഴും നമ്മളിപ്പോ എല്ലാ ടൈമിലും ക്രിസ്മസിന്റെ ഒരു അത്യാവശ്യം ട്രീം ഇപ്പൊ തന്നെ കയറുമ്പോൾ തന്നെ കണ്ടല്ലോ എല്ലായിടത്തും. സോ നൈസ്, അടിപൊളി. അപ്പൊ അത് നല്ലൊരു സാധനമാണ്. പിന്നെ ക്രിസ്മസ് ഡ്രൈ ഫ്രൂട്ട്സ് ഇടയ്ക്ക് നിങ്ങൾ വെറുതെ ഒരുമിച്ച് ഭയങ്കര ഇഷ്ടമുള്ള, എനിക്ക് മനസ്സിലായി. അത് ഞാൻ വിളിച്ചപ്പോഴേ പറഞ്ഞു വിനു, ഞാൻ ആദ്യം തന്നെ വിളിച്ചപ്പോൾ എന്നോട് ആദ്യം വിളിച്ചപ്പോൾ പറഞ്ഞു ഗിഫ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ, അവിടുന്ന് ഓഫീസിൽ നിന്ന് വന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു കുഴപ്പമില്ല, നിനക്ക് ഇഷ്ടപ്പെട്ട കുറെ സാധനങ്ങളാണ്. എനിക്ക് തോന്നി അല്ലെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടുന്ന സാധനങ്ങളായിരിക്കും എന്ന് പറഞ്ഞു. ഇത് ഓഫ് കോഴ്സ് നല്ല യമ്മി കേക്ക് ഫ്രം നവ്യ. ഇതും അടിപൊളി ഒരു സംഭവമാണ്. പിന്നെ ക്രിസ്മസ് ഫാദർ ഉണ്ട്, ക്രിസ്മസ് പപ്പാജി ഉണ്ട്. പപ്പാജി എടുത്തോളൂ. അത് വിത്ത് ബാറ്ററി കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് അവിടുത്തെ ഫ്രണ്ട് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ കണ്ടത് അത് തന്നെ സെയിം ഓടി നടക്കും. ഒരെണ്ണം കൂടെ ആയല്ലോ, ബോറടിക്കുകയല്ലോ രണ്ട് പപ്പാജി. പിന്നെ എനിക്ക് തോന്നുന്നു വീണ്ടും ഉണ്ട് എന്തോ കലണ്ടറോ. ഇതും ഷുവറായിട്ടും വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. എന്തായാലും ഈ വർഷം തീരുമല്ലേ, നെക്സ്റ്റ് വർഷം തൊട്ടുള്ള 2025 ആദ്യത്തെ കലണ്ടർ എനിക്ക് ഓക്കെ. 2025 ഈ വർഷം എങ്ങനെ ഉണ്ടോ, 2025 എങ്ങനെ ഉണ്ടോ നോക്കിട്ട് ഗിഫ്റ്റ് വെച്ചിട്ട് അത് എനിക്ക് ആദ്യം കൊണ്ട് 2025 കലണ്ടർ വരണം. അപ്പൊ ഇത്രയും ഗിഫ്റ്റുകൾ നമ്മൾ തരുന്നിരിക്കുന്നു. ആൻഡ് ശരിക്കും അപ്പം ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ആരൊക്കെ കൂടെ ആയിരിക്കും വീട്ടിലെല്ലാവരും? വീട്ടിലെല്ലാവരും കൂടെ ഒരുമിച്ചുണ്ടാവാനാണ് സാധ്യത. പിന്നെ അങ്ങനെ നമ്മളങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം എല്ലാവരും കൂടെ ഒരുമിച്ചായിരുന്നു. പിന്നെ ഇങ്ങനെ എന്താ പറയാ, പിന്നെ നമുക്കിപ്പോൾ ക്രിസ്മസ് ആണെങ്കിൽ ഇപ്പം നമ്മളൊരു ഒരുമിച്ച് കൂടുമ്പോൾ ഉണ്ടാവുന്നൊരു സന്തോഷം ഒരു എനർജിയും ഭയങ്കര രസമായിരിക്കും. ഏത് ഫെസ്റ്റിവൽ ആണെങ്കിലും അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പം അവള് വന്നിട്ട് ഇപ്പം അമ്മയും എല്ലാവരും കൊണ്ട് വരാനിരിക്കായിരുന്നു. ഞാൻ ഒരു കാര്യം ചെയ്യാം, നിനക്ക് ചോക്ലേറ്റ് തരാം. ഓക്കെ, ഉള്ള ചോക്ലേറ്റ് ഫ്രിഡ്ജിനകത്ത് ഫുൾ സാധനങ്ങളാണ്, അതൊന്നും കാണിക്കാം.
അത്രയും ഫ്രീഡം ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ചോദിക്കുന്നതല്ലേ. നിനക്ക് ചോക്ലേറ്റ് തന്നില്ലെങ്കിൽ ക്രിസ്മസിന്റെ ചോക്ലേറ്റ്സ്, ക്രിസ്മസ് ചോക്ലേറ്റ്. ആ ഓക്കെ, ഒരു കാര്യം ചെയ്യും. ഇത് മൊത്തത്തിലല്ല, അല്ലല്ല മെൽറ്റീസ് കഴിച്ചോ. സെയിം ഓൾമോസ്റ്റ്. ആവശ്യമുള്ള എടുത്തോ, മൊത്തത്തിൽ എടുത്താൽ അവൾ തന്നെ ഇടിക്കും. അവൾക്ക് ഏറ്റവും ഫേവറേറ്റ് ആണ്. അല്ല, വരുന്നതിന് മുമ്പ് ഞങ്ങൾ പോകും. നിങ്ങളും എടുക്കും. നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായത് മാൽഡീവ്സിന്റെ. അപ്പൊ എന്തായാലും ഹാപ്പി ക്രിസ്മസ്. അടിച്ചു പൊളിക്കാന്ന് പറഞ്ഞിട്ട് പയ്യെ ജിഷോക്ക് ഇങ്ങനെ ഊരുന്നു. അപ്പൊ അടിച്ചു പൊളിക്കാം. ഹാപ്പി ന്യൂ ഇയർ. വിദ്യയോടും പറയാം, എല്ലാവരുടെ അടുത്തും പറയാം. അപ്പം ഹാപ്പി ക്രിസ്മസ്, ഓൾ ദ ബെസ്റ്റ്. യെസ്, വെൽക്കം പറയൂ, വെൽക്കം പറയൂ. അല്ല, ഞാനിങ്ങനെ ആലോചിക്കും എന്തൊരു അനുസരണേ. 10 മിനിറ്റ് മുന്നേ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു വരുന്നതൊക്കെ കൊള്ളാം, എല്ലെങ്ങാനും കുഞ്ഞിനെ ഉറക്കി കിടത്തി. അതെ, ഞാനത് ഇൻട്രോയിൽ പറഞ്ഞായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ചീത്ത കേൾക്കണ്ട ഞാനാ. അതെനിക്ക് ഉറപ്പായതുകൊണ്ടാണ് ഞാൻ പിന്നെ അടിക്കാതിരുന്നത്. അപ്പോൾ യെസ്, ഈ മൈക്ക് വെച്ചോളൂ, ജസ്റ്റ് ഒന്ന് വെച്ചോളൂ. അവനീസ്, എന്തുണ്ട് വിശേഷം? ഹാപ്പി ക്രിസ്മസ്. അതെ, ആൻഡ് ഇരിക്കൂ അവനീസ്. ആക്ച്വലി നിങ്ങൾ നല്ല തിരക്കുള്ള സമയത്താണ് വരുന്നത്. നമ്മൾ ക്രിസ്മസ് അറിയാലോ, ഒരുവിധം നാട്ടിൽ പോകുന്ന തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൈമാണ്. പിന്നെ ഇപ്പൊ കുറേ സ്കൂൾ ആനുവൽ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിന് ഗസ്റ്റ് ആയിട്ട് പോലും അങ്ങനെ മൊത്തത്തിൽ തിരക്കുള്ള സമയത്ത് നിങ്ങൾ കൃത്യമായിട്ടാണ് വിളിച്ചത്. ഒരു അരമണിക്കൂറോടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എനിക്കൊന്ന് 2 പരിപാടിയില്ലേ? ഇന്ന് 2 പരിപാടി, ഇന്നലെ 3 പരിപാടി ഉണ്ടായിരുന്നു. ക്രിസ്മസ് അങ്ങ് കൊയ്യുവാണല്ലേ? ക്രിസ്മസ് അങ്ങ് കൊയ്യുവാണ്. അടിപൊളി. ഇല്ല, അവൻ ഈ വിശേഷങ്ങൾ പറയൂ. കാരണം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം സിനിമകൾ, ഒരുപാട് മൂവികൾ, നല്ല ക്യാരക്ടേഴ്സ് ചെയ്യുന്നു. ആൻഡ് ഇപ്പൊ ഏതാണ് ലേറ്റസ്റ്റ്? എന്റെ 2 തമിഴ് മൂവി ഇപ്പൊ റിലീസ് ആവുന്നു. ഒരെണ്ണം വിക്രം മംഗളുടെ കൂടെ ധീര സൂര്യൻ, അതും റിലീസ് ആവുന്നു ജാനുവരിയിൽ. പിന്നെ ഒരെണ്ണം സൂര്യാങ്കളുടെ കൂടെ, അതിന്റെ നെയിം ഡിസൈഡ് ചെയ്തിട്ടില്ല, അതും റിലീസ് ആവുന്നു. പൂജയുടെ ചെറുപ്പം, പൂജ അടിയുടെ ചെറുക്കാലായിട്ട്. അപ്പൊ ഇനി അമ്മ മാനേജർ രക്ഷയില്ല. പിന്നെ ദിലീഷ് ചേട്ടന്റെ ബോബൻ സാമുവൽ അദ്ദേഹത്തിന്റെ പടം മച്ചാന്റെ മലക, പിന്നെ കലേഷിന്റെ ചായം, പിന്നെ ഒരു പടം കൂടെ ഉണ്ടല്ലോ റിവോൾവർ, റിങ്കോ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ. അങ്ങനെ തിരക്കാണ് മാഡം, ബിസിയാണ്. അടിപൊളി. സോ ഹാപ്പി. അപ്പൊ എന്തായാലും നമ്മള് ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഗിഫ്റ്റ് പിള്ളേർക്കും ഉള്ള ഗിഫ്റ്റ് കൊണ്ട് ഈ വർഷം ചോദിച്ചേ ഉള്ളൂ, പപ്പാനി ഗിഫ്റ്റ് കൊണ്ടുവരാറുണ്ട് അമ്മേ, അങ്ങനത്തെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു പപ്പാനി വരും 10 മിനിറ്റ് കൊണ്ട് കുറെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട്. നമ്മൾ ഈ ഗിഫ്റ്റിന്റെ പരിപാടി എനിക്ക് തോന്നുന്നു ഏകദേശം 8-10 വർഷമായില്ലേ അല്ലേ? എഫ്എം തൊട്ട് തന്നെ ഗിഫ്റ്റിന്റെ പരിപാടി തുടങ്ങിയതാണ്. സെലിബ്രേഷൻ അല്ലെങ്കിൽ സെലിബ്രേഷൻ ഒക്കെ ഉള്ള ടൈമിൽ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റുകൾ കിട്ടുന്ന ഒരു വ്യക്തിയും കൂടാണ് അഞ്ജലി അല്ലേ? അതിനൊരു ഭാഗ്യം കൂടെ ഉണ്ട്. അപ്പൊ നമ്മുടെ ഗിഫ്റ്റ് ഇപ്രാവശ്യം സ്പോൺസർ ചെയ്തിരിക്കുന്ന സീമോസ്. അതായത് നമുക്ക് എപ്പം എന്ത് ഗിഫ്റ്റ് എത്ര പേർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലും സീമോസിനെ ബന്ധപ്പെട്ടാൽ മതി. ഇവര് ഒഫീഷ്യലി കോർപ്പറേറ്റ് ഗിഫ്റ്റ് പ്രൊവൈഡർ ആണ്. ഞാൻ ആക്ച്വലി കോർപ്പറേറ്റ് ഗിഫ്റ്റിംഗ് ബിസിനസ് ചെയ്യുന്ന ഒരാളാട്ടോ. അപ്പൊ ഞങ്ങൾ ഇതുപോലത്തെ കമ്പനികളായിട്ട് എപ്പോഴും ടൈപ്പ് ആണ്. അതിനെപ്പറ്റി ഇത് കഴിഞ്ഞാൽ പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് 100-ലധികം ബ്രാൻഡുമായിട്ട് ടൈപ്പ് ഉണ്ട്. ഒരുപാട് ബ്രാൻഡ്സുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഇന്നാണ് ഗിഫ്റ്റ്. താങ്ക് യു. അപ്പൊ നിനക്ക് ഗിഫ്റ്റ്, എനിക്ക് കമ്പനി. അതെ, അടിപൊളി. വേണം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഞാൻ എന്തൊക്കെ ഉണ്ടോ നോക്കാലോ അല്ലേ? ഭയങ്കര ഇഷ്ടം അതല്ലേ? അവന് ആദ്യമേ ഗിഫ്റ്റ് മറ്റേ ബോക്സിലിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്തായാലും ഞാൻ വേഗം തുറക്കാം. എന്താ നോക്കട്ടെ. സീമോസ്. ഓ, അതും കാണണ്ട. അത് അടിക്കാം, മണി അടിക്കാം അല്ലേ? അവന് ചായ കുടിക്കാൻ വരുമോ? ഇവിടെ കെട്ടിയിട്ടിട്ട് അവണി വരാൻ ചായ കുടിക്കാൻ വരുമോ? ഞാനിത് ആമസോണിലൊക്കെ നോക്കി, ഇങ്ങനത്തെ ബെല്ല് ഓക്കെ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ കുറെ ഇങ്ങനെ നോക്കി, പക്ഷെ അന്ന് ആമസോണിൽ എനിക്ക് എങ്ങനെയാ. ഇവൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇവൾ എന്ത് ആഗ്രഹിച്ചാലും വൺ ഓർ ദി അതർ വേ ഇവളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. ടച്ച് കൂടാതെ എനിക്ക് അങ്ങനെ തന്നെ ആവട്ടെ. നമുക്കൊക്കെ അങ്ങനെ ആയിരുന്നെങ്കിലും ശരിക്കും ഇവള് നമുക്ക് ഒരു സാധ്യതയില്ല. ഇപ്പൊ ചിലപ്പോൾ ഒരു ഹോട്ടലിൽ നിന്നുള്ളൊരു ഫുഡ് ചിലപ്പോൾ കഴിയുമ്പോൾ ഇന്ന് കഴിക്കാൻ പറ്റില്ല, ഇന്ന് പിന്നെ എൻ്റെ ദിവസങ്ങളൊക്കെയാണ്, പ്രത്യേകതകൾ ദിവസങ്ങളാണ്, നോൺ വെജ് ഒന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അന്ന് രാത്രിക്കുള്ളിൽ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന ഫുഡ് എത്തിക്കും. അവള് പറഞ്ഞ ഫുഡ് എത്തിക്കും. അപ്പൊ എന്നെ ഇങ്ങനെ നോക്കും, രാത്രിയായില്ലേ, ഇനിയിപ്പൊ ഭഗവാനെ കുഴപ്പമില്ലല്ലോ, നമുക്ക് ഡീൽ ചെയ്യാലോ. അങ്ങനെ എന്ത് വിചാരിച്ചാലും കിട്ടും. ഇത് മറ്റേ ഹാങ് അല്ലേ ഈ സംഭവം? അതായത് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കീയോ അല്ലെങ്കിൽ ലാവണിക്ക് എന്തെങ്കിലും ഇപ്പം ക്ലിപ്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ചിട്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്യുന്നു. ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇത് ഹാങ് ചെയ്ത് യു ക്യാൻ ഇപ്പോൾ ബെൽറ്റിൽ ഇതിലോ വിട്ട് കഴിഞ്ഞാൽ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടല്ലോ, അതിപ്പോൾ അഞ്ജലിക്ക് യൂസ് ചെയ്യാവുന്നതാണ്.
ഭയങ്കര കമ്മലും ഓക്കെ ഇത് ട്രെയിൽ മിക്സിന്റെ ഇന്ന് തിരിച്ചു പോകുന്ന വഴിയേ വണ്ടി പോകുന്ന വഴി ചുമ്മാ കഴിച്ചോണ്ടിരിക്കാം. നല്ല കാര്യമല്ലേ? ഇത് ഭയങ്കര തുറന്നപ്പോ തന്നെ ഞാൻ കണ്ടൊരു ഐറ്റം ഉണ്ട്. ഇത് ഭയങ്കര സ്നോ ഫ്ലേക്സിന്റെ ഒരു ക്യാൻഡിൽ, നല്ല രസമുണ്ട്. അതിനൊരു ബാറ്ററി വന്നതല്ലോ. അല്ല അത് ബാറ്ററി എന്തിനാ അറിയോ? ക്രിസ്മസ് അടുത്ത സാധനം വേറൊരു സാധനം. ഓ അടിപൊളി. മറ്റേ ചാടി ഓടി കളിക്കുകയൊക്കെ ചെയ്യും ക്രിസ്മസ് അപ്പൂപ്പൻ. അയ്യോ വാതുവിന്റെ അവണിയുടെയും ക്രിസ്മസ് എന്തായാലും അടിപൊളിയായി. അച്ചടാ എനിക്കൊന്ന് സ്ക്രൂ ഡ്രൈവർ വെച്ച് തുറന്നിട്ട് വേണം ബാറ്ററി ഇടാൻ. ഓക്കെ ഇത്ര സാധനം ഇനിയുണ്ടോ എന്തെങ്കിലും? ഇനിയുണ്ട് കലണ്ടർ. നൈസ്. അതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടികൾ. ഓഹോ അടിപൊളി. നൈസ് നൈസ് നൈസ്. കലക്കി. ഇനിയുണ്ടല്ലോ കൈ നിറയെ ഗിഫ്റ്റുകളാണല്ലോ. ഓക്കെ അത് അവിടുന്ന് അമ്മ നോട്ട് ഇട്ടിട്ട് അതിന്റെ നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അത് മക്കളെ ഇത് ഇനിയൊരു ഗിഫ്റ്റ് ഉണ്ട്. ഇത് ഞങ്ങൾ ശംഭുവിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി എന്താ ഈ ജീവിതം എന്തിനു തന്നത്? ഇവിടെ നിന്ന് വേസ്റ്റ് എവിടെ കൊണ്ട് കളയണം എന്നുള്ള ഇതുകൊണ്ട് ഇത് തന്നേക്കുന്നു. വേറെ കാര്യം പറയട്ടെ, ഇങ്ങോട്ട് വീടിന് അടുത്ത് വന്നപ്പം ഇവിടെ പാർക്കിംഗ് ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ആദ്യം പറഞ്ഞ ഈ പാർക്കിംഗ് ഒരു 4-5 മാസം കൂടെ കാണത്തില്ല, അത് കഴിഞ്ഞ് അടുത്ത വീട് വരും എന്നുള്ളത് അല്ലേ? ആ വീടിന് നല്ല മാർക്കറ്റിംഗ് ഉണ്ടല്ലോ. മറ്റേ ആക്ടർ അഞ്ജലിയൊക്കെ താമസിക്കുന്ന തൊട്ടടുത്താണ്. പക്ഷെ ഞങ്ങൾ ആക്ച്വലി ഇപ്പൊ ബിസിനസ് കൂടെ തിരക്കായതുകൊണ്ട് ഇവർക്ക് ഒരു കമ്മ്യൂണിറ്റി ഫ്ലാറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു 4-5 മാസത്തിനുള്ള ഒരു ഫ്ലാറ്റിലേക്ക് മാറും. ഇവിടുന്ന് മാറും. അടിപൊളി. നോക്കുന്നുണ്ട്, ഫ്ലാറ്റ് നോക്കുന്നുണ്ട്. അപ്പൊ ഇവർക്ക് പറ്റുന്ന ഒരു ഏരിയ, സ്കൂള്, കാര്യങ്ങൾ, കുറെ കാര്യങ്ങളുണ്ടല്ലോ. സേഫ്റ്റി പ്ലസ് ടൗണിലേക്ക് കുറച്ചും കൂടി കണക്റ്റഡ് ആവുന്ന രീതിയിലൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ തപ്പലിലാണ്. അതെ, ഞങ്ങള് അടുത്ത് താമസിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് മറ്റേ മാർജിൻ ഫ്രീ മാർക്കറ്റിലേക്ക് വെച്ച് ഞങ്ങൾ കാണാറുണ്ട്. സ്കൂട്ടറിലൊക്കെ കറങ്ങുന്നത് കാണാം. അതെ, സ്ഥിരമായിട്ടുള്ള കറക്കാണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഈ ക്രിസ്മസ് അടിപൊളിയാവട്ടെ, ഗംഭീര ഒരു ക്രിസ്മസ് ആവട്ടെ. ഇതുപോലെ കുറെ ഫംഗ്ഷൻസും ഇപ്പൊ മോളാണെങ്കിലും കുറെ ഇനാഗ്രേഷൻസ് പരിപാടികൾ ടീമായിട്ട് ഇറങ്ങിയേക്കുക. അതെ, അപ്പോൾ അഴിച്ചു പൊളിക്കുക. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഗിഫ്റ്റുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ജിഞ്ചർ മീഡിയക്ക് ഒരു വലിയ ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ. താങ്ക് യു ഷംപു. കുറച്ചു നേരം വന്ന് ഞങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെച്ചേ. 10 മിനിറ്റ് മുമ്പ് വിളിച്ചിട്ടാണ് അഞ്ചി അവിടെ ഉണ്ടോ, ഞങ്ങളൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടി വരുമോ? നീ പോര്, ലൊക്കേഷനിൽ പോയിട്ട് വരാം. അപ്പൊ താങ്ക് യു. ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു സോ മച്ച്. അടിപൊളിയാവട്ടെ. ചേട്ടാ വണക്കം. കമോൺ. അപ്പൊ സെലിബ്രേഷൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരണം എന്നുള്ള നിർബന്ധമല്ലേ ചേട്ടാ? അപ്പോൾ ഹാപ്പി ക്രിസ്മസ്. യെസ്, അപ്പോൾ ക്രിസ്മസിന് ഞങ്ങൾ സ്പെഷ്യലായിട്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് അശ്വൻ ചേട്ടന്. അപ്പോൾ അത് തരാം, വരും. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ ജിഞ്ചർ മീഡിയയുടെ വക ക്രിസ്മസിന് അശ്വൻ ചേട്ടന് തരികയാണ്. സീമോസിൻ്റെ ആണ് ഗിഫ്റ്റ്. ഇവരൊരു ഗിഫ്റ്റ് പ്രൊവൈഡറാണ്, കോർപ്പറേറ്റ് ഗിഫ്റ്റ് പ്രൊവൈഡർ. പിന്നെ ഇവർ 100-ലധികം ബ്രാൻഡ്സ് ഉണ്ട്. 10 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെയുള്ള പ്രൊഡക്ട്സ് ഉണ്ട്. 100 ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ക്രിസ്മസിന് എന്തൊക്കെയാണ് സ്പെഷ്യൽ, എന്തൊക്കെയാണ് പരിപാടികൾ? ആണ് എല്ലാവരും ഫാമിലി ആയിട്ട് എല്ലാവരും ഉണ്ടോ അതോ ആ ബാക്കി എല്ലാവരും ഇവിടെ തന്നെ? അടിപൊളി അടിപൊളി അടിപൊളി. പുതിയ പരിപാടികൾ ഏതൊക്കെയാണ്? അതാണ് ഞങ്ങൾ വിളിച്ചോ പറഞ്ഞു 5 മിനിറ്റേ ഉള്ളൂ, പെട്ടെന്ന് വരൂ. പാലക്കാട് വന്നിട്ടേ. അടിപൊളി അടിപൊളി. ഞാൻ ഇന്നലെ വന്നത് ഫെസ്റ്റിവലിൽ വെച്ചാണ്. നമ്മൾ അന്ന് പറഞ്ഞത് പിന്നെ അത് ഇതായില്ലേ? ആയിട്ടില്ല, അത് 1-ാം തീയതി വർക്ക് തുടങ്ങുമെന്ന് വിചാരിക്കുന്നു. അതെല്ലാം ഏകദേശം ഇപ്പോൾ ക്ലിയർ ആയി. വിധി വന്ന് നമുക്ക് അനുകൂലമായിട്ടാണ്. അതാണ് അത് നമ്മൾ അന്ന് പറയുകയും ചെയ്തായിരുന്നു. ഇത് ഏകദേശം ഇങ്ങനെ നിൽക്കുകയാണ്. അതെ അതെ അതെ. അപ്പൊ ഇനിയിപ്പോ വർക്ക് തുടങ്ങുവാണല്ലേ? അടുത്ത മാസം തുടങ്ങണം. ന്യൂ ഇയറിനും ഇവിടെ തന്നെ? ന്യൂ ഇയറിനും പരിപാടികൾ ഇല്ല, ഞങ്ങളിപ്പോ ഇവിടെ മിക്കവാറും ന്യൂ ഇയർ കഴിഞ്ഞിട്ട് മാറും. ആണ്. ഓക്കെ. അപ്പോൾ ഗിഫ്റ്റുകൾ, ഒരുപാട് ഗിഫ്റ്റുകളുണ്ട്. എനിക്ക് തോന്നുന്നു അർജുൻ്റെ മക്കൾക്കും ഒക്കെ കൊടുക്കാം. മക്കളില്ല? അല്ല, ചേച്ചിയില്ലേ? ചേച്ചിയുടെ അർജുൻ്റെ മക്കൾക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഒരു കുട്ടിയുള്ളൂ. അതെ, ചേച്ചി അവിടെ ഖത്തറിൽ ആണ്. അപ്പം ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ. അതെ, ഹാപ്പി ന്യൂ ഇയറും ഹാപ്പി ക്രിസ്മസും കൂടെ ഒരുമിച്ച്. ഓക്കെ, ശരി. വെൽക്കം. എന്താണ് വിശേഷങ്ങൾ? ഹാപ്പി ക്രിസ്മസ്. സെയിം ടു യു. ക്രിസ്മസ് പരിപാടികൾ തുടങ്ങുകയാണല്ലേ ഇനി? അപ്പൊ എന്താണ് ക്രിസ്മസ് സ്പെഷ്യൽ? ഇവിടെ വന്നപ്പോ തന്നെ അത്യാവശ്യം ഡെക്കറേഷൻ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട്. ചെറിയ പരിപാടികളൊക്കെ ചെയ്തു തുടങ്ങി ഉണ്ട്. അത് ആസ് യൂഷ്വൽ ആണല്ലേ? അത് നിർബന്ധം? അത് പണ്ടോട്ട് അങ്ങനെ ഒരു സംഭവം? ക്രിസ്മസ് പണ്ടോട്ടുള്ളതാണ്. അല്ല, ഈ ഡെക്കറേഷൻ പരിപാടികൾ നമ്മള് ആഘോഷം അല്ല എപ്പോ വന്നു കഴിഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട്
ആഘോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. അതെ. ഇപ്പൊ ഇവിടെ തന്നെ ഈ കോമ്പൗണ്ടിൽ തന്നെ എല്ലാവരും ആഘോഷിക്കുന്നു. ഇതാണ് നമ്മളുടെ ഗിഫ്റ്റ് ഫ്രം ജിഞ്ചർ മീഡിയ. സീമോസ് എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. ആൻഡ് അവർക്ക് 100-ലധികം ബ്രാൻഡുമായിട്ട് ടൈപ്പ് ഒക്കെ ഉണ്ട്. എപ്പം എന്ത് ഗിഫ്റ്റ് ഒരു ഗ്രൂപ്പിന് വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ക്വാളിറ്റിയും ഞാൻ ജിഞ്ചർ മീഡിയനെ കോൺടാക്ട് ചെയ്തു. വേണമെങ്കിൽ ജിഞ്ചർ മീഡിയ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് നമ്പർ തന്നു വേണം. എന്ത് ഗിഫ്റ്റ് വേണമെങ്കിലും ജിഞ്ചർ മീഡിയനെ ശംഭുവിനെ വിളിച്ചാൽ നമുക്ക് റെഡിയാക്കാം അല്ലേ. ഒരുപാട് ഗിഫ്റ്റ് ഉണ്ട്. അതാണ് യെസ്. എന്തൊക്കെയോ പരിപാടികൾ. ഇത് ടോയ്സ് ആണ് ഇതൊക്കെ. അല്ലല്ല, അങ്ങനെയുള്ള സംഭവങ്ങൾ. പിന്നെ കേക്ക് ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു ബാറ്ററി, അതായത് ക്രിസ്മസ് ഫാദർ ഉണ്ട് അതിനകത്ത്, ഓടും ചാടും. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ബില്ല് വെച്ചിട്ടുണ്ടല്ലോ ഇതിന്റെ അല്ല കാലണ്ടർ എല്ലാം തന്നു കഴിഞ്ഞിട്ടേ ബില്ല് വെച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് അതെ ഇതാണ് സംഭവം. അതും കൂടെ നമുക്ക് തന്നേക്കാം അല്ലേ. അപ്പൊ ഇപ്പം എങ്ങോട്ടെങ്കിലും പോകാനുള്ള പരിപാടികൾ? ഇപ്പൊ ഒരു സ്കൂളിലൊരു ക്രിസ്മസിന്റെ ആനുവൽ ഡേ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇറങ്ങാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പോഴാണ് ഞങ്ങൾ കറക്റ്റ് വിളിച്ച് ചേട്ടാ ഒരു 5 മിനിറ്റ് നമുക്കൊരു ഗിഫ്റ്റ് തരാൻ വേണം എന്ന് പറഞ്ഞ വലിയ സന്തോഷമല്ലേ നമുക്ക്. നമ്മളെ തേടി ഒരു ഗിഫ്റ്റ് വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തു എന്നുള്ളതല്ല ഏറ്റവും വലിയ കാര്യം. എത്രയോ ആർട്ടിസ്റ്റുകൾ ഇപ്പോഴുണ്ട്. നിങ്ങളടക്കം ഇപ്പൊ സിനിമ നടക്കാണ് അല്ലെ, അഭിനയിച്ചു കഴിഞ്ഞല്ലോ. അല്ല ഇപ്പൊ വ്ളോഗേഴ്സും ഷോർട്ട് ഫിലിമുള്ളവരൊക്കെയാണ്. ഏത് നിമിഷമാണ് ആരുടെയും ക്ലിക്ക് ആവണമെന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇപ്രാവശ്യം ക്രിസ്മസ് ഇവിടെ തന്നെയാണ്. എന്തൊക്കെയാണ് പരിപാടികൾ? എന്തെങ്കിലും അപ്ഡേറ്റ്സ്? ക്രിസ്മസിന് അങ്ങനെ വേറെ പരിപാടിയൊന്നുമില്ല. സാധാരണ പോലെ തന്നെ കേക്കും പെയിന്റും തന്നെയാണല്ലോ ക്രിസ്മസിന്. പിന്നെ ഇവിടെ സെലിബ്രേഷൻ ഉണ്ട്, അത് നാളെയാണ്, 22-ാം തീയതിയാണ്. പിന്നെ പള്ളിയിൽ പോകും, ഫാമിലി ഒത്തുകൂടും. അതെ. പുതിയ പരിപാടി ഫിലിംസ് ഈ ക്രിസ്മസിനില്ല. ക്രിസ്മസ് കഴിഞ്ഞിട്ട് അടുത്ത വർഷം ശാന്തമി രാത്രിയിലെ ലോഞ്ച് ഉണ്ട്. ഇപ്പൊ ജയരാജ് സാറിന്റെ അതിന്റെ സോങ് ലോഞ്ച് ഉണ്ട്. ജാസി ഗിഫ്റ്റും പുള്ളിയും കൂടി ഒന്നിക്കുന്നതാണ്, ജയരാജ് സാറും കൂടി ഉള്ളത്. പിന്നെ പെരുങ്കളിയാട്ടം എന്ന് പറഞ്ഞ സിനിമയാണ് വേറെ വരുന്നത്. പിന്നെ ഞാനും പക്രുവും കൂടി ഉള്ള ഒരു പടമുണ്ട്, കുഞ്ഞൂട്ടൻ 916. ചേരാന്ന് പറഞ്ഞൊരു പടമുണ്ട്. അങ്ങനെ 2025-ലാണ് സിനിമകൾ വരുന്നത്. ഏറ്റവും റിലീസ് 2025-ലാണ് ഈ റിലീസസ് ഒക്കെ വരുന്നത്. അപ്പൊ അതിന്റെ പ്രൊമോഷൻ പരിപാടികളൊക്കെ ആയിട്ട് നമുക്ക് തീർച്ചയായിട്ടും കാണാം. അന്ന് കാണാം. അതെ. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയാകുക. അപ്പൊ ഇനിയിപ്പോ നേരെ വിടുവാണോ? വേണം. അപ്പം അടിച്ചു പൊളിക്കാം. മോൻ ഇവിടെ എവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റില്ല. ആണല്ലേ, സർവ്വവ്യാപിയാണ്. ചിലപ്പോൾ അവിടെ ഉണ്ടാവും, ചിലപ്പോൾ അവിടെ ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, താങ്ക് യു. എന്തായാലും നോക്കാം. ഹലോ, നമസ്കാരം. എന്താണ് ഒരു ബെല്ല് അടിച്ചു? വളരെ അകത്ത് കേട്ടു. വളരെ അകത്ത് കേട്ടെന്നല്ലേ. യെസ്, ചുള്ളനായിട്ടുണ്ട്. ആണോ? എന്തൊക്കെയൊക്കെ പരിപാടി ചെയ്തിട്ടുണ്ട്. സത്യമായിട്ടൊന്നുമില്ല. നമുക്ക് മേളിലിരിക്കണോ താഴെ ഇരിക്കണം? എവിടെ വേണമെങ്കിലും നമുക്ക് താഴെ. ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ. നല്ല ചൂട് ചായയൊക്കെ ആയിട്ട്. ബ്ലാക്ക് കോഫി അല്ലേ? അത് ബ്ലാക്ക് ടീ? ബ്ലാക്ക് കോഫി. ബ്ലാക്ക് കോഫി. ഒരു 2 ബ്ലാക്ക് കോഫി. എന്നിട്ട് ഞാൻ തന്നെ പോയിട്ട്. അപ്പൊ ഇത് സന്തോഷം കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. ക്രിസ്മസ് പരിപാടികൾ. ക്രിസ്മസ് മെറി ക്രിസ്മസ്, ഗംഭീരാവട്ടെ. അപ്പൊ പ്രിയപ്പെട്ട നമ്മുടെ ഓഡിയൻസിനും കേട്ടോ ഗംഭീരാവട്ടെ. അതെ. അപ്പൊ ഈ ക്രിസ്മസിന് എന്താണ് സ്പെഷ്യൽ? ഈ ക്രിസ്മസ് എന്നുള്ളതല്ല, എല്ലാ ക്രിസ്മസും സ്പെഷ്യലാണ്. അപ്പൊ ആക്ച്വലി ഞാനിങ്ങനെ ക്രിസ്മസ് ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്യാറില്ല. നമ്മുടെ ഫാമിലിക്കൊപ്പം അല്ലെങ്കിൽ പിന്നെ ചില ആൾക്കാർ പ്ലാൻ ചെയ്യാതെ നമ്മളൊപ്പം വന്നങ്ങോട്ട് കൂടും. എനിക്ക് തോന്നുന്നു ഇപ്പൊ ശമ്പു വന്നല്ലേ. അപ്പൊ എത്രയോ പ്രാവശ്യമായിട്ട് നമ്മൾ കാണണം, സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടും നമ്മൾ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഔപചാരികമായി ഒരു ക്യാമറയ്ക്ക് മുമ്പ് സംസാരിച്ചില്ല. പിന്നെ ശമ്പു ആയതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇരുന്നാലും ഞാൻ ചോദിച്ചത്. പിന്നെ കംഫർട്ടബിൾ ആണല്ലോ. അതാണ്. അപ്പൊ എനിക്ക് ക്യാമറമാൻ ഇപ്പൊ കഷ്ടപ്പെടുന്നുണ്ട്. ഞങ്ങൾ വെള്ളങ്ങളായിരുന്നു മര്യാദക്ക് സ്റ്റഡിക്കാൻ എടുക്കായിരുന്നു. അപ്പം വേറൊരു കാര്യം, നമ്മൾ സ്പെഷ്യലായിട്ട് ക്രിസ്മസ് നമ്മൾ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. യെസ്. അപ്പം സീമോസ് ആണ് നമുക്ക് ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഈ സീമോസ് എന്ന് പറയുമ്പോൾ ഇവരുടെ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ഒരു കോർപ്പറേറ്റ് ഗിഫ്റ്റ് പ്രൊവൈഡേഴ്സ് ആണ്. കോർപ്പറേറ്റ് മാത്രമല്ല, പേഴ്സണൽ ആണെങ്കിലും ഗിഫ്റ്റ്സ് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്വിക്ക് ഡെലിവറി ആയിരിക്കും, വെറൈറ്റി പ്രൊഡക്ട്സ് ആയിരിക്കും, പിന്നെ ടൈംലി ഡെലിവറി എല്ലാം ഉണ്ടാവും. ആൻഡ് 100-ലേറെ ബ്രാൻഡ്സുമായിട്ട് ഇവർ കൊളാബറേഷൻസ് ഉണ്ട്. ₹1 മുതൽ അല്ലെങ്കിൽ ₹10 മുതൽ ₹1,00,000 വരെയുള്ള ബ്രാൻഡ്സും ഒക്കെ ഉണ്ട്, പ്രൊഡക്ട്സും ഉണ്ട്. അപ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്യുക. ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് മക്കൾക്കൊക്കെ സ്പെഷ്യലായിട്ട് ഉള്ള സാധനങ്ങളൊക്കെയാണ് ഉണ്ട് കേട്ടോ, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള. അപ്പോൾ യെസ്, നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകും. അതെ, ക്രിസ്മസിന് സ്പെഷ്യലായിട്ട് നമ്മൾ ഗിഫ്റ്റ് പറയാമല്ല. ഗംഭീര സാധനമാണ്. അതെ, ഫസ്റ്റ് തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള സാധനമാണ്. നോക്കൂ.
അത് ഇവിടുന്ന് ഓപ്പൺ ചെയ്യാം, ഇവിടുന്ന് തന്നെ ഓപ്പൺ ചെയ്യാം. യെസ്, യു ക്യാൻ കീപ് സംതിങ് ഹിയർ. ചെറിയ എന്തെങ്കിലുമൊക്കെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും വെച്ചിട്ട് ഇത് ഹാങ് ചെയ്യാം. ജീൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ഹാങ് ചെയ്ത് ഇടുകയും ചെയ്യാം. പിള്ളേർക്ക് കുട്ടികളിലൊക്കെ ബാഗിലൊക്കെ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ. അടിപൊളിയാണ്. ഇത് ക്യാൻഡിലാണെന്ന് തോന്നുന്നു. ബ്യൂട്ടിഫുൾ ക്യാൻഡിൽ. അടിപൊളി. വെരി ബ്യൂട്ടിഫുൾ സാധനം. നമ്മൾ കാണാത്തൊരു ഡിസൈൻ നോക്കൂ. അതെ, സ്നോ സാധനം. അത് ഗംഭീരാക്കി. അടുത്തത് എന്തായിരിക്കും? ഇത് വളരെയധികം ഇവിടെ ഉപകാരപ്പെടുന്ന ഒരു സാധനമായിരിക്കും. മോളെ വന്ന് ചായ കുടിക്കേ എന്ന് പറയാൻ പറ്റുന്ന, അല്ല റൂമിലോട്ട് കോളിംഗ് ബെൽ പകരം ഇത് വേളി വെക്കാം. അപ്പൊ നമ്മൾ കാര്യം ചെയ്യാം. ഇത് ഫസ്റ്റ് യൂസേജ് ഇതാണ്. അതെ. നമസ്കാരം. അതെ, ഹാപ്പി ക്രിസ്മസ്. അടിപൊളി അടിപൊളി. അപ്പൊ താഴെയാണ് ഇരിക്കുന്നത് കേട്ടോ. എന്തായാലും അപ്പൊ ഞങ്ങൾ കുറച്ച് ഗിഫ്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഗംഭീര ഗിഫ്റ്റുകളാണ്. അപ്പം 2 ബ്ലാക്ക് കോഫി ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. മോനെ, ഇത് ഹാപ്പിക്കൊപ്പം കഴിക്കാൻ ട്രയൽ മിക്സിന്റെ സാധനമാണ്. ഗംഭീരമായ ഇതിലെ പൈനാപ്പിൾ എനിക്ക് ഏറ്റവും ഇഷ്ടം. നല്ല ടേസ്റ്റ്. പൈനാപ്പിൾ കഴിച്ചു നോക്കി. സോയം പെപ്സിയൊക്കെ ഓപ്പൺ ചെയ്യുന്ന പോലെ. സ്ട്രോബെറി ഉണ്ട്, പൈനാപ്പിൾ. ഏതാ ഇഷ്ടം? ആദ്യം അതെടുത്തേ. ഇത് നമ്മുടെ വീട്ടിൽ വന്ന് സന്തോഷമായിട്ട് കഴിക്കാം. അപ്പോൾ മെറി ക്രിസ്മസ് ഇടാം. യെസ്. അപ്പോൾ മെറി ക്രിസ്മസ്. ഗംഭീരമാവട്ടെ. അങ്ങനെയുണ്ട്. ഗംഭീര സാധനം. സ്ട്രോബെറി നല്ല ഒന്നും അതല്ല, ഷുഗറി അല്ല, ഓവർ ഷുഗറി അല്ല, ഒരു മെയിൻറ്റെയിൻ ചെയ്ത. യൂഷ്വലി സംഭവിക്കുന്നത് വെച്ചാൽ ഇതങ്ങ് ഭയങ്കര മധുരാക്കിയിട്ട് നമുക്കതിൻ്റെ ഒരു നൈസ് വലിയ കേക്കൊന്നുമില്ല. ഇതാണ് ആക്ച്വലി ആപ്റ്റ് സൈസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യെസ്, പ്ലം കേക്കാണ്. ഏറ്റവും രസം വെച്ചാൽ ഇതിൻ്റെ ഈ ലെങ്ത്ത് വേണ്ട ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്താൽ പീസ് മതി. മറ്റേന്ന് പറഞ്ഞാൽ സ്ലൈസ് ചെയ്യാൻ എളുപ്പമാണ്. ശരിക്കും ഈ കട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ അതൊക്കെ ഭയങ്കര ഒരു അതിനൊരു പ്രത്യേക പേര് പറയും, കട്ട്ലറി ആർട്സ്. യെസ്, കട്ട്ലറി ആർട്ട്. അപ്പം ഞാൻ ഒരു സമയത്ത് അത് പഠിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. ചുമ്മാ ആർക്ക് വേണ്ടിയിട്ടില്ല, നമുക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. അടുത്തത് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിക്ക് കളിക്കാൻ അതായത് പറയാം നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന്. ഗംഭീര ക്രിസ്മസ് പാപ്പയാണ്. ഇതിന്റെ ഒരു വേറൊരു ഗുണം ബാറ്ററി ഉണ്ട്, പ്ലേ ചെയ്യും. ആണോ? അപ്പോൾ വെല്ലടിച്ച് വിളിച്ചു നോക്കാം. തനു കൂട്ടാ, തനു എന്തോ ചെയ്യാൻ തന്നു, നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാം. യെസ്, ഇത് ബാറ്ററി ഇടാം, എന്നിട്ട് നമുക്കിത് പ്ലേ ഒക്കെ ചെയ്യാം. പിന്നെ ലാസ്റ്റ് വൺ ഗംഭീരമായ ഫോർ യു കലണ്ടർ. വാവ്, അടിപൊളി. ബിൽഡിംഗ് ട്രസ്റ്റ് ദാറ്റ് ലാസ്റ്റ് ത്രൂ ദി ഡിക്കേഡ്സ് ആണ്. യെസ്, ജാനുവരി ഫസ്റ്റ് കാലണ്ടറല്ലേ കിട്ടുന്നത്, 2025. അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ ദിസ്. സന്തോഷമായല്ലോ. ഇത് നമ്മൾ ഏറ്റവും ഗംഭീരമായിട്ട് നമ്മൾ ഇവിടെ തന്നെ വെക്കാം. ബ്ലാക്ക് കോഫി വന്നോ? കുറെ ഗിഫ്റ്റുകളായി. ഇങ്ങോട്ട് തരുമോ? കുറെ ഗിഫ്റ്റ്. ഇവിടെ കുടിക്കണം, അങ്ങോട്ട് പോടാം. ഇവിടെ കുടിക്കാം, ഇവിടെ കുടിക്കാം. മൂഡിൽ അങ്ങോട്ട് കുടിച്ചില്ല. ഈ ശംഭുവിനോട്, ശംഭു എല്ലാവരോടും ചോദിച്ചിട്ടേ ഈ ഓഡിയൻസിന് താല്പര്യം ഉണ്ടാവും, ശംഭുവിന് ഒരു ക്രിസ്മസിന്റെ ഫീലിംഗ് ഒക്കെ ഒന്ന് പറയാട്ടോ. ഞാനെനിക്ക് പറയാനായിട്ടാണ് കേട്ടോ. അല്ല, ഇത് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ അവർക്ക് സ്പെഷ്യാലിറ്റി എന്താണെന്നറിയോ? യു ആർ എ വെരി ഗുഡ് കോൺവെർസേഷൻ ഉണ്ടാക്കാനും അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനും വളരെ അടിപൊളിയായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയുണ്ടോ? ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ശരിയല്ലേ? തോന്നിയിട്ടില്ലേ? അതിന്റെ പേരിൽ എവിടെ ഇരിക്കുന്നത്? സ്റ്റോറി ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു ഇച്ചിരി കമ്മ്യൂണിക്കേഷൻ കൂടിയതിന്റെ പേരിലാണ്. അതെങ്ങനെ നിങ്ങളുടെ ഒരു മാരേജ് തീർച്ചയായിട്ടും പറയാമല്ലോ. അത് പറയുന്നത് കുഴപ്പമില്ല. ഒരു സൈഡിൽ കൂടി ഇത് കുടിച്ചു കേട്ടോ. അപ്പൊ ചിയേഴ്സ്. അപ്പം ചിയേഴ്സ്, ഗംഭീരമാവട്ടെ. തനുവിനെ വിളിക്കോ, ഒരു സാധനം കൊടുക്കണ്ട. അങ്ങനെ നിങ്ങൾ അങ്ങനെ ഇടപെട്ടു. അങ്ങനെ ഇടപെട്ടപ്പം നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ പറയുമ്പോൾ ചില ആൾക്കാർ കയറി ഇടപെടുമല്ലോ. ഹലോ, ഒരു സാധനം, ദിസ് ഇസ് ഫോർ യു. അതിന്റെ ബാറ്ററീസും ഉണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്ത് ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ ഇത് ഓടും, ചാടും, മ്യൂസിക് ഒക്കെ ഉണ്ടാക്കും, ലൈറ്റ് എത്തും. അടിപൊളിയല്ലേ? പിന്നെ യു ഹാവ് ദിസ്. പിന്നെ യു ക്യാൻ ഇത് ഹാങ് ചെയ്ത് ബാഗിലിടാം, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളില്ലേ സ്റ്റോർ ചെയ്ത് വെക്കാം. അടിപൊളിയല്ലേ? ഓക്കെ, ദിസ് ഈസ് ഓൾസോ ഫോർ യു. മെറി ക്രിസ്മസ് പറയാമോ? പേരെന്തായിരുന്നു? ജാനുകുട്ടി. സെക്കൻഡ് സ്റ്റാൻഡേർഡ്. അവിടെ ആ ഓഡിയൻസിനോട് പറയാൻ പറ്റുമോ മെറി ക്രിസ്മസ്? താങ്ക് യു. അച്ഛൻ്റെ മോള് തന്നെ.
അങ്ങനെ മലയാളി പക്ഷെ ബേസിക്കലി ഇപ്പൊ പിള്ളേരെല്ലാം അവരവരുടേതായ കാര്യങ്ങളിൽ സ്മാർട്ടാണ്. അതിപ്പോ നമ്മുടെ പിള്ളേരെന്നുള്ളതല്ല. നീലമാണ് കോണിൽ നീലമാണ് കോണിൽ രണ്ടുപേരെയും പാടിക്കൊടുക്കും. എന്നാ പാടിക്കൊടുക്കും. അത് ഗബ്രിയൽ വേണം. ഏതാ വേണ്ടേ? ഗിഫ്റ്റ് തന്നല്ലേ ഞങ്ങള്. അപ്പൊ ഒരു ചെറിയ പാട്ട് ഏത് വേണം? അങ്ങുവാന ചോനല്ലേ ഉണ്ട്. അത് ഇവർക്ക് സ്കൂളിൽ വേണ്ടിട്ട് ഇവർ ചെയ്ത അത് രണ്ടിലെയും പാടിക്കൊടുത്തോ. കൈ അടിക്കട്ടെ. അടുത്ത ലൈൻ ഉണ്ടോ? So, are you happy? God's grace. വളരെ സന്തോഷം. അതെ. അപ്പോൾ താങ്ക് യു. ഒരു ദിവസം നമുക്ക് ഇരിക്കാം, അടിപൊളിയാകാം. തീർച്ചയായിട്ടും. കുറച്ച് കൂടെ നമുക്ക് ഒരു ഇന്റർവ്യൂ ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. അല്ല, ഇതിനപ്പുറം തന്നെ എന്ത് പറയാനുള്ളത്? അതാണ് പുതിയ സംഭവങ്ങൾ വരട്ടെ. ഗംഭീരമാണ്. അതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു. അപ്പോൾ ഗംഭീരമാവട്ടെ. നമ്മുടെ എല്ലാ ജിഞ്ചർ മീഡിയ ഓഡിയൻസിനും ഹാപ്പിയസ്റ്റ് മെരി ക്രിസ്മസ്